അഹമ്മദാബാദിൽ നിന്നും ശരത്ലാൽ ചേരുകയാണ്. ശരത്ത്, മരണസംഖ്യ 274 ആയിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ ദൗത്യസംഘം തിരച്ചിൽ നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ കൂടുതൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? മാത്രമല്ല, രഞ്ജിതയെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിൽ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത് വൈകുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തെല്ലാമാണ് ശരത്ത് അഹമ്മദാബാദിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ്? സംഗീത, രഞ്ജിതയുടെ മൃതദേഹം ഭൗതിക ശരീരം വിട്ടുകിട്ടുന്നത് വൈകുമെന്ന് 2 ദിവസം വൈകാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ DNA ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ഇത്രയും DNA 319 മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുമായിട്ട് DNA ടെസ്റ്റ് ഒത്തുചേരണം. അതുകൊണ്ട് തന്നെ 48 മണിക്കൂർ മുതൽ 72 മണിക്കൂറിനിടക്ക് സമയം ആവശ്യമുണ്ട് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൗതിക ശരീരം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് 3 ദിവസം വൈകുമെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഉന്നതതല ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഭൗതിക ശരീരം 2 ദിവസം എങ്കിലും കഴിയും നാട്ടിലെത്തിക്കാൻ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നും ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11:30 മണിയോടെ മൃതദേഹം വിമാനത്തിൻ്റെ അതായത് പിറകുവശത്തുള്ള ഭാഗത്തു നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു വനിതയുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ്, ശരീരഭാഗങ്ങളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതും ആശുപത്രിയിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം പരിശോധനകളും അതേപോലെ തന്നെ അല്ലെങ്കിൽ തിരച്ചിലും തുടരുകയാണ്. ഇത് ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി 3-ാം നിലയിൽ കിടക്കുന്ന പിൻഭാഗം ഉയർത്തി താഴേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് എയർ ഇന്ത്യ വിമാനത്തിൻ്റെ പിൻഭാഗം ഇപ്പോൾ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ കിടക്കുകയാണ്. അത് താഴെ എത്തിക്കാനുള്ള ക്രെയിൻ ഉപയോഗിച്ച് താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും തെരച്ചിൽ തുടരുന്നു എന്ന് വേണം പറയാൻ. സംഗീത, മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കാണാതായവരുടെ പട്ടിക കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതേപോലെ തന്നെ റെസിഡൻസ് ഡോക്ടർമാരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കാണാതായ റെസിഡൻസ് ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഇന്ന് നടക്കുകയാണ്. ഹോസ്റ്റൽ നമ്പർ 4-ലെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. സംഗീത. ശരി ശരത്ലാൽ, എന്താണെങ്കിലും രഞ്ജിതയുടെ മൃതദേഹം എത്തിക്കുന്നത് വൈകും, DNA പരിശോധനാ ഫലം ലഭിക്കുന്നത് വൈകും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല, വലിയ രീതിയിലുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോഴും അവിടെ പുരോഗമിക്കുന്നത്. ശരത്ലാലാണ് അഹമ്മദാബാദിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.